പശ്ചിമ ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 15 മരണം, 60 പേർക്ക് പരിക്കേറ്റു. കാഞ്ചൻജംഗ എക്സ്പ്രസ് ചരക്ക് ട്രെയിനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഒഡീഷയിലെ ബാലസോറിൽ കഴിഞ്ഞ ജൂണിലുണ്ടായ ട്രെയിൻ അപകടം പേടി സ്വപ്നം പോലെ നിഴലിക്കുമ്പോഴാണ് രാജ്യത്ത് ഞെട്ടിച്ച് മറ്റൊരു ട്രെയിൻ കൂട്ടിയിടി. ഇന്ന് രാവിലെ 8:50 ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽ ജൽപായ്ഗുരിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ രംഗപാണിയിലാണ് അപകടം. അസമിലെ സിൽച്ചാറിൽ നിന്ന് കൊൽക്കത്തയിലെ സീൽദാഹിലേക്ക് സർവീസ് നടത്തിയ കാഞ്ചൻജംഗ എക്സ്പ്രസ് ആണ് ചരക്കുവണ്ടിയുമായി കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതം വ്യക്തമാക്കുന്നതായിരുന്നു അപകട സ്ഥലത്തെ ദൃശ്യങ്ങൾ. 4 ബോഗികൾ തകർന്നു. ചരക്ക് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും കാഞ്ചൻജംഗ എക്സ്പ്രസിലെ ഗാർഡും അപകടത്തിൽ മരിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയത്. രാവിലെ 5:50 മുതൽ സിഗ്നൽ സംവിധാനം തകരാറിലായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ചരക്ക് ട്രെയിൻ സിഗ്നൽ മറികടന്ന് കാഞ്ചൻജംഗ എക്സ്പ്രസിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രി അടക്കമുള്ളവർ അപകടസ്ഥലം സന്ദർശിച്ചു. अभी हमारा सारा फोकस है, रेस्क्यू ऑपरेशन कंप्लीट हुआ है, अभी रेस्टोरेशन पे पूरा फोकस है. ये मेन लाइन है और किसी भी तरीके से ये पॉलिटिक्स का समय नहीं है. अभी सारा फोकस होना चाहिए रेस्क्यू और रेस्टोरेशन पे. पैसेंजर सेफ्टी के लिए बहुत बड़ा फोकस है, कंप्लीट फोकस है, जैसा आप स्वयं जानते भी हैं. मैं इसके बारे में बाद में डिटेल में चर्चा करूंगा. अभी मैं जरा पहले रेस्क्यू और रेस्टोरेशन ऑपरेशन का पूरा जायजा ले लूं और उसके बाद में पेशेंट से मिलने जाऊं. അപകട കാരണങ്ങൾ കണ്ടെത്താൻ വിശദമായ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1/2 ലക്ഷം രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും. അപകടത്തെ തുടർന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ട്രെയിൻ ഗതാഗതം താറുമാറായി. 19 ട്രെയിനുകളാണ് ഇന്ന് റദ്ദാക്കിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.